ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. നമ്മൾ പഠിച്ച സ്കൂള്, നമ്മൾ കടന്നു വന്ന നമ്മളുടെ നഷ്ടങ്ങളും നമ്മളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം ആ നാട്ടിലാണല്ലോ. എത്ര നമ്മൾ നാട് വിട്ട് പോയാലും നമ്മൾ ജനിച്ചു വളർന്ന ആ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രത്യേകത അല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച സിറ്റുവേഷൻ ഉണ്ട്, സന്തോഷങ്ങൾ തന്നിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. അങ്ങനെയൊക്കെ ഓരോരോ മെമ്മറീസ് ആയിരുന്നു നമ്മൾ ആ വഴികളിലൂടെ പോകുമ്പോൾ. അത് കുറച്ചൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും തോന്നുന്നു. അപ്പോ എന്താ പറയാ, ഇന്ന് ഞാൻ ഒരുപാട് വലിച്ച് നീട്ടിപ്പിച്ച് നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോ ആ ഒരാവശ്യമില്ല പറഞ്ഞു. ബസ്സിനൊരു യാത്ര പോകാൻ ചാനൽ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കണോ വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോ ഇന്നത്തെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് ഒരുപാട് ഞാൻ പോയിട്ട് ആ ഭാഗത്തു കൂടെ ഒരുപാട് പ്രശ്നങ്ങളായി കേട്ടോ. അപ്പോ അങ്ങനെ നമ്മളുടെ എന്താ പറയാ, വീടിന്റെ ഉള്ളിൽ കൂടെ പോയി എന്ന് പറയാൻ പറ്റില്ല, റോഡിന്റെ ഉമ്മറത്ത് കൂടെ അങ്ങനെ വേണമെന്ന് പറയാം അല്ലേ. അങ്ങനെ പഴയ അതായത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോയി എന്ന് പറയാൻ പറ്റില്ല, ആ റോഡിലൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു 5 മിനിറ്റ് ഉള്ള പോയ വീടാണ്. അപ്പോ പാലക്കാടുന്ന് എന്താ പറയാ ബസ് കയറി പെരുങ്ങോട്ടുരുഷി വരെ കോട്ടായി വരെ പോയി. ആ ബസ് പെരുങ്ങോട്ടുരുഷിക്കാണെന്ന് വെച്ച് കയറിയതാണ്. പക്ഷെ ലാസ്റ്റ് കണ്ടക്ടർ പറഞ്ഞു കോട്ടായി വരെ ഉള്ളൂ ഈ ട്രിപ്പ് മാത്രം, അതുകൊണ്ട് കോട്ടായിൽ ഇറങ്ങിക്കുള്ളൂ മാഡം ചേച്ചിന്ന്. അങ്ങനെ കോട്ടായിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് നേരെ പെരുങ്ങോട്ടുരുഷി വരെ പോയി. അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളുടെ വീടിന്റെ നമ്മളുടെ നാടിന്റെ ആ ഒരു ഇതും എല്ലാം ഒരുപാട് വർഷത്തിന് ശേഷം പിന്നെ ആദ്യമായിട്ടാണ് നമ്മളുടെ യൂട്യൂബില് നമ്മളുടെ ഒരു നാട് വരുന്നത് അല്ലെ. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, ഇതിനിപ്പോ കാണുമ്പോൾ നമ്മളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആർക്കും ഒരു വിഷമവും വേണ്ട. ഇത് കൂടെ പോയിട്ട് ഒന്നും ഇങ്ങോട്ട് വന്നില്ലല്ലോ അല്ലെങ്കിൽ ഒന്നും വിളിച്ചില്ലല്ലോ എന്നുള്ള പരാതി വേണ്ട. കാരണം ഇപ്പോഴൊന്നും നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ സിറ്റുവേഷൻ. ഞങ്ങൾക്ക് ആ വഴിയിലൂടെ വരുമ്പോഴും അല്ലെങ്കിൽ കോട്ടായിൽ അല്ലെങ്കിൽ പാലക്കാട് എത്തിയപ്പോൾ തന്നെ നമുക്ക് ഇപ്രാവശ്യം ഇവിടുന്ന് കയറുമ്പോഴേ ഞങ്ങൾ ഭയങ്കര ഇമോഷനാണ് ഞാനെൻ്റെ ഉള്ളൂ. കാരണം ഞങ്ങൾ അച്ഛനില്ലാതെ അച്ഛൻ്റെ ഇതായിട്ട് ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരാളില്ല അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഇനി ഇല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഉണ്ട് എന്നും വിശ്വസിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഒരിക്കലും വിട്ടുപോയെന്ന് ചില സമയത്ത് തോന്നാറില്ല. എന്നാലും ആളില്ലല്ലോ, ആളുടെ ശബ്ദം കേൾക്കാത്ത സമയത്ത് നമുക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ അങ്ങനെയാണ് ഉറപ്പ് വരുത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ഇല്ലെന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാനില്ല, പക്ഷെ നമുക്ക് ചിന്തിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഇല്ലെന്നുള്ളത് നമുക്ക് അത് ശരിയാണ്, പക്ഷെ നമുക്ക് പല സമയങ്ങളിലും അതിപ്പോഴും അത് എന്താ പറയാ ഒരു ഇതിലോട്ട് വരാൻ നമ്മൾക്ക് ഇതായിട്ടില്ല കേട്ടോ, ഉണ്ട് എന്നാണ് ഒരു വിശ്വാസം. അപ്പോ അതിന്റെ ഒരു വിഷമം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഭാഗത്ത് കൂടെ എവിടേക്കും വരാതിരുന്നത്. അടുത്ത പ്രാവശ്യം ഞങ്ങൾ ആ ഭാഗത്ത് വരുമ്പോൾ ഉറപ്പായിട്ടും എന്താ പറയാ ആ വഴികളിലൂടെയും പിന്നെ നമ്മളുടെ എന്താ പറയാ എൻ്റെ അച്ഛൻ എന്താ പറയാ ലാസ്റ്റ് ആയിട്ട് വാങ്ങിച്ച ആ സ്ഥലത്തിന്റെ അവിടെയും ആ വീട് ഇപ്പൊ നമുക്ക് കൊടുത്തു. അപ്പൊ ആ വീടിന്റെ ചുറ്റുപാടും ആ വീടിന്റെ ആ ഒരു ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ആഗ്രഹമുണ്ട്, ഉറപ്പായിട്ടും കാണിച്ചു തരാനായിരിക്കും. പിന്നെ നമ്മുടെ ആരും റിലേറ്റീവ്സ് ആരും ഇത് കണ്ടിട്ടൊന്നും വിചാരിക്കാൻ നിൽക്കേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. മേ ബി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ആരും ഇതും ഇതായിട്ട് എടുക്കണ്ട. കാരണം തെറ്റിദ്ധാരണ വേണ്ട. കാരണം നമ്മുടെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടൊന്നും ആരെയും വന്നിട്ട് ആരെയും വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ പറയുമല്ലോ പനിയൊക്കെ പിടിച്ച് കിടന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് പിന്നെ ഇതാണ് മെയിനായിട്ട് നമുക്ക് അതുകൂടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് ഓർമ്മ ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് വിഷമങ്ങളിലോട്ട് ഇതായി. ഞാനിപ്പോൾ പെരുങ്ങോട്ടുരുഷി പോയ സമയത്തൊക്കെ ഞാൻ ലാസ്റ്റായിട്ട് ആ ഭാഗത്തേക്ക് പോയത് എൻ്റെ അച്ഛൻ്റെ കൂടെ എന്താ പറയാ ഐഡന്റിറ്റി കാർഡിന് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ നാട് തന്നെയാണ്. എത്ര എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ജനിച്ച് വളർന്ന് നമ്മുടെ നാട് തന്നെയാണ് അല്ലെ. അപ്പോൾ അതിലൂടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു എന്താ പറയുക ഇതുണ്ടാവുമല്ലോ. അപ്പൊ ഇനി വരുന്ന സമയത്ത് വീടിന്റെ ആ ഭാഗത്ത് കൂടെയും ഒക്കെ വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. വേറെന്താ രേണുമ, ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. നമ്മൾ പഠിച്ച സ്കൂള്, നമ്മൾ കടന്നു വന്ന നമ്മളുടെ നഷ്ടങ്ങളും നമ്മളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം
ആ നാട്ടിലാണല്ലോ. എത്ര നമ്മൾ നാട് വിട്ട് പോയാലും നമ്മൾ ജനിച്ചു വളർന്ന ആ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രത്യേകത അല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച സിറ്റുവേഷൻ ഉണ്ട്, സന്തോഷങ്ങൾ തന്നിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. അങ്ങനെയൊക്കെ ഓരോരോ മെമ്മറീസ് ആയിരുന്നു നമ്മൾ ആ വഴികളിലൂടെ പോകുമ്പോൾ. അത് കുറച്ചൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും തോന്നുന്നു. അപ്പോൾ എന്താ പറയാ, ഇന്ന് ഞാൻ ഒരുപാട് വലിച്ച് നീട്ടിപ്പിച്ച് നിങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ ഞാൻ ആ ഒരു ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. ആദിഭവനെ തന്നെ വന്നു. രേണുമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ മീൽസ്. ഇന്ന് രേണുമ്മയുടെ ബർത്ത്ഡേ കേട്ടോ. ബർത്ത്ഡേക്ക് സ്പെഷ്യൽ സദ്യ. എനിക്കൊരു മെയിൽസ്, സഞ്ജുവിനൊരു മെയിൽസ്. എവിടെ പോന്നേ? ഞങ്ങൾ ബസ്സിലൊരു യാത്ര പോകാൻ പാലക്കാടുന്ന് ബസ് കയറി പോയിക്കൊണ്ടു. ഇവിടെ ഇതെവിടെ ഇത് വന്നിട്ട് KSRTC ബസ് സ്റ്റാൻഡാണ്. ഫോൺ വരും. ഒരുപാട് നാടിന് ശേഷം കോട്ടായി ഭാഗത്ത് യാത്ര ബസ്. കോട്ടായിൽ എത്തിയിട്ടുണ്ട്. കോട്ടായി ബസ്സിലായതിലൊന്നും കാണുന്നില്ല. ഇല്ലരേണോ? അങ്ങനെ നമ്മൾ പാലക്കാട് നിന്ന് കോട്ടായിൽ എത്തിയിട്ടോ. കോട്ടായിൽ വന്നപ്പോൾ ബസ് കോട്ടായി വരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് നമ്മൾ അങ്ങനെ ഓട്ടോ എടുത്തിട്ട് നേരെ പെരുങ്ങോട്ടുരുഷി വരെ പോവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്കൂളിലാണ് ഞാനും രേണുവൊക്കെ 5ാം ക്ലാസ് തൊട്ട് പഠിച്ചത് കേട്ടോ. രേണുവിൻ്റെ 10th ഇവിടുന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വഴികളൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ബസ്സിൽ അങ്ങനെ അധികം വന്നിട്ടില്ല സ്കൂളിലോട്ടൊന്നും. അധികം നമ്മൾ നടന്ന് വന്നിട്ടുള്ള ഓർമ്മകളാണ് നമുക്കുള്ളത്. എപ്പോഴെങ്കിലുമാണ് നമ്മൾ ബസ്സിൽ വരാറുള്ളൂ. അത് പരീക്ഷ സമയമൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു സമയങ്ങളിലായിരിക്കും നമ്മൾ അങ്ങനെ ബസ്സിൽ വന്നിട്ടുണ്ടാവുക എപ്പോഴെങ്കിലും. അല്ലാതെ നമ്മൾ നടന്നിട്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. കുട്ടികളുടെ കൂടെ ഇങ്ങനെ നടന്ന് പോയിട്ടുണ്ടായിരുന്ന ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഇപ്പോൾ ഓരോരുത്തരും ഓരോരോ ഭാഗങ്ങളിലാണ്. ആരും നമ്മൾ എന്താ പറയുക കോണ്ടാക്റ്റോ ഒന്നുമില്ല കേട്ടോ. ഒരുപാട് നല്ല ഫ്രണ്ട്സുമാർ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ആരും ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്തു പോയി. കാരണം എന്താ പറയുക, തളർന്ന് വരും നമ്മൾ പെട്ടെന്ന് വെയിലത്ത്. അയ്യോ, പെട്ടെന്ന് സ്കൂളെത്തി തളർന്ന് ക്ഷീണിച്ച് വരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു സ്കൂളിലോട്ട്. അതൊക്കെ നമ്മൾ ഓർത്തു പോയി കേട്ടോ. അപ്പോൾ ഇതാണ് കോട്ടച്ചന്ത. ഇവിടെ എത്തുമ്പോൾ എന്താ പറയുക, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഒരുപാട് അച്ഛനില്ലാത്തൊരു നമുക്ക് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം സ്ഥലം കേട്ടോ. ഇതിൽ കൂടെ പോയാൽ പുതിരിക്കാവ് പോവാം. ഇപ്പം നമ്മളുടെ വീട്ടിലോട്ടുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഈ ഒരു വഴി കണ്ടോ, ഇപ്പം കാണാം. ഇതാ കണ്ടോ, ഈ കാണുന്ന വഴിയിലൂടെ പോയാലാണ് നമ്മളുടെ വീട് കേട്ടോ. ഞങ്ങളുടെ അച്ഛൻ ലാസ്റ്റ് വാങ്ങിച്ച സ്ഥലത്തിൽ വീട് കെട്ടിയത് അവിടെയായിരുന്നു. പക്ഷെ ഇപ്പം ആ വീടൊക്കെ നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വഴിയാണ് പോയാൽ നമ്മുടെ വീടെത്തും കേട്ടോ. അപ്പോൾ എന്താ പറയുക, സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു വഴിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലൊരു എന്തോ ഒരു കുളിർമ, നമ്മുടെ പഴയ കുട്ടിക്കാലമൊക്കെ നമുക്ക് ഓർമ്മ വന്നു. എത്രയൊക്കെ നമ്മൾ എവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ജനിച്ചു വളർന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ആ നാടെന്ന് പറയുന്നത് എന്താ പറയുക, അതിനൊരു ഫീൽ പറഞ്ഞിട്ട് വല്ലാത്ത. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യം വേണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ വീട് തന്നെയാണ്. ഇതെല്ലാം നമുക്ക് അറിയുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവിടെ കുമാരമാമയുടെ വീടാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരുപാട് ഓർമ്മകൾ നമുക്ക് വീണ്ടും ഇതാക്കി. ഇപ്പോൾ ഇത് ഈസ്റ്റ് പരുത്തിപ്പുള്ളിയാണ്. അപ്പോൾ നമ്മളിനി എന്താ പറയുക, ഞങ്ങൾ 1 മുതൽ 4 വരെ പഠിച്ച സ്കൂൾ ഇതപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയാണ് നമ്മൾ 1 മുതൽ 4 വരെ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ വരും ആ സ്കൂൾ, ഇപ്പോൾ വരും. ഇതാ കണ്ടോ, ഈ കാണുന്ന സ്കൂളാണ് നമ്മൾ 1 മുതൽ. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് എൻ്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഈ വഴികളിലൂടെ നമ്മൾ വന്നിട്ടുണ്ട്. അതായത് റേഷൻ കടയ്ക്കൊക്കെ, നമ്മുടെ റേഷൻ കട ഇങ്ങ് ലാസ്റ്റാണ്. അപ്പോൾ അവിടെയൊക്കെ റേഷൻ വാങ്ങിക്കാനൊക്കെ നമ്മൾ 5 കിലോ അരി തലയിൽ ചുമന്ന് പോയിട്ടുള്ള ദിവസങ്ങളൊക്കെ ഓർമ്മ വന്നു. എന്താ പറയുക, ഒരിക്കലും
എന്നെക്കൊണ്ട് പഴയത് ഒന്നും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ എത്ര പേര് ഓർത്ത് വെക്കുമെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച ആൾക്കാരാണ്, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്താ പറയുക, അരിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നടന്നു വന്ന് വൈകുന്നേരം 5:30 ആയാലും അങ്ങനെയൊക്കെ നമ്മൾ 4 മണിക്കൊക്കെ വന്നിട്ട് 5:30 ആകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ആ ഒരു ഇതൊക്കെ നമുക്കിങ്ങനെ ഓർത്തു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർക്കാനുണ്ട് ഈ വഴിയിലൊക്കെ വരുമ്പോൾ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് ഈ പോയ നമ്മുടെ ഈ യാത്രയിൽ കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് പെരുങ്ങോട്ടുകൃഷിക്ക് വന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെ എൻ്റെ ഐഡൻറ്റി കാർഡ് ഇതാക്കാനായിരുന്നു. വർഷങ്ങളായി. അപ്പോൾ അതിനാണ് ഞാൻ പെരുങ്ങോട്ടുകൃഷിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരികയെന്ന് പറയുമ്പോൾ എനിക്ക് അച്ഛൻ്റെ ഞാനും അച്ഛനും കൂടെ വന്ന ഒരു ബസ്സിൽ വന്ന ഒരു ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ വിഷമമുണ്ട്. വിഷമം ഒരിക്കലും ഞങ്ങളെ വിട്ട് പോയി എന്നുണ്ടെങ്കിലും നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ചില സമയങ്ങളിലൊക്കെ അച്ഛൻ്റെ കോൾ വരാത്ത നിമിഷങ്ങളിലായിരിക്കും അച്ഛൻ നമ്മളെ വിട്ട് പോയി എന്ന് ഓർമ്മ വരിക കേട്ടോ. അല്ലാത്ത സമയത്ത് നമ്മളങ്ങനെ പോയി എന്ന് നമുക്ക് തോന്നാനും പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ കൂടെ ഇല്ല എന്നൊരു സിറ്റുവേഷൻ, ഏതെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് അപ്പോഴാണ് നമ്മളത് ഇതാക്കുന്നത്. എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് ഞങ്ങളുടെ അച്ഛനെല്ലാം ഇരുന്ന് സ്വർഗത്തിലിരുന്ന് കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്രാവശ്യം പാലക്കാട് വരുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് ഒരുപാട് വിഷമമായിരുന്നു. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് മുമ്പ് ഒരിക്കലും ഫീൽ ആവില്ല കേട്ടോ. എല്ലാവരും ഒരുമിച്ച് വരുന്നത് കൊണ്ട് തന്നെ അച്ഛനില്ലാത്ത ഒരു ഇത് നമ്മൾ പാലക്കാട് എത്തിയപ്പോൾ തന്നെ നമുക്കത് ഭയങ്കര വിഷമമായിരുന്നു. എന്തോ അത് എനിക്ക് അച്ഛനെ പറ്റി പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോകും, എൻ്റെയും രേണുവിൻ്റെയും. അത് ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഞങ്ങളുടെ അച്ഛനായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അത്രയും ഇത് വരുന്നത്. സോറി, നിങ്ങളെല്ലാവരും ക്ഷമിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയാണ്, പ്ലാപ്പുള്ളി എങ്ങാണ്ട് കഴിഞ്ഞു തോന്നുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല എനിക്ക്. പിന്നെ നമ്മളുടെ വീഡിയോ കാണുന്ന നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ച ഒരാൾ. അപ്പോൾ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഈസ്റ്റ് വെത്തിപ്പുള്ളി. ഓക്കെ, അപ്പോൾ ആൾ കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. നാടിനെ പറ്റി എന്താണ് അഭിപ്രായം? ഒന്നുമില്ല. നാടാണോ ബെസ്റ്റ്, ചെന്നൈ ആണോ ബെസ്റ്റ്? നമുക്കൊക്കെ നാടൻ പറയൂ. നിനക്ക് നാടാണോ നാട് കണ്ട് എന്ത് തോന്നുന്നു? നന്നായിട്ടുണ്ട്. അപ്പം നീ നാട്ടിൽ സെറ്റിലാവോ ചെന്നൈയിൽ സെറ്റിലാവോ? ചെന്നൈയിൽ. അവന് ഐ ഡോണ്ട് ലൈക്ക് കേരള. നമുക്ക് ഇവിടെയാണ് കേട്ടോ ഇഷ്ടം. പിന്നെന്താണ്, വേറെന്താണ് ഇതായിരിക്കണം മെയിൻ. ബസ്സിൽ ആരുമില്ല, ഞാൻ എടുത്തിട്ട് വെച്ചാലോ? ഞങ്ങൾ എവിടെയെന്നറിയോ? പാലക്കാട് നിന്ന് കോട്ടായി വന്നു, കോട്ടായിൽ നിന്ന് പെരുങ്ങോട്ടുകൃഷി വന്നു, പെരുങ്ങോട്ടുകൃഷിയിൽ നിന്ന് ബസ്സിൽ പക്ഷെ ആരും കാണുന്നില്ല. പെരുങ്ങോട്ടുകൃഷിയിൽ നിന്ന് ബസ് എടുത്തു. ഇതാണ്ടോ പെരുങ്ങോട്ടുകൃഷി. വെറുതെ വന്നു. വീഡിയോ എങ്ങനെ കിട്ടുന്നത്? ഇതിൻ്റെ ബാക്കിലാണ്, ഇതിൻ്റെ ബാക്കിലാണ്, അത് ആ കാണുന്ന വീടാണ്. അതാണ് അണിയത്ത് വീട്. അതെ, ആ വീടാണ് അണിയത്ത് വീട്. അതായത് മുത്തശ്ശൻ്റെ തറവാട്. മുത്തശ്ശൻ്റെ തറവാടല്ല, മുത്തശ്ശൻ്റെ അനിയത്തിയുടെ വീട്. അപ്പുറത്തൊരു വീടുണ്ട്. ഇതാണ് ഒരുപാടുണ്ടായാലോ. അയ്യോ, ഓഫ് ചെയ്യോ? ഇത് പെരുങ്ങോട്ടുകൃഷി.
പാട്ടിട്ട് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കും ചേട്ടോ? അതിനോട് പാട്ടിട്ടുണ്ടോ പറ? കുറച്ചേരം ഓഫ് ചെയ്ത് കേൾക്കടി. പാട്ടിട്ട് ഞാൻ കോപ്പറേറ്റ് കിട്ടുമല്ലോ, എന്താ ചെയ്യുക? സൗണ്ട് കുട്ടികൾ ഡ്രൈവിംഗ് പഠിക്കണം. അങ്ങനെ നമ്മൾ പെരുങ്ങോട്ടുകൃഷിയിൽ നിന്ന് ബസ്സൊക്കെ കയറിയിട്ട് തിരിച്ച് അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നിന്നല്ലോ കേട്ടോ. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ 2 മിനിറ്റ് അവിടെ നിന്നു. അടുത്ത ബസ് അവിടെ കണ്ടപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറി അങ്ങ് പോന്നു. പക്ഷേ ബസ്സിൽ പാട്ട് വെച്ചു. ഞാൻ അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂ കിട്ടും, അപ്പോൾ ഒന്ന് പാട്ട് ഓഫ് ചെയ്യുമോ? കോട്ടായി കഴിഞ്ഞ ശേഷം പാട്ടിട്ടുള്ള പറഞ്ഞു. പാവം കേട്ടോ ആ ചേട്ടൻ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് വേഗം ഡ്രൈവറോട് പറഞ്ഞ് പാട്ട് ഓഫ് ചെയ്തിട്ടോ. കണ്ടക്ടർ ചേട്ടൻ നല്ലൊരു ചേട്ടനായിരുന്നു, ഒരുപാട് സന്തോഷമായി. അങ്ങനെ ചിലവർ കേൾക്കാറില്ലല്ലോ, പാവം. അപ്പോൾ എന്തായാലും കേട്ടു. ഒരുപാട് നന്ദി ആ ചേട്ടന്. നമ്മുടെ ചാനലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ ഈ വീഡിയോ കാണുമ്പോൾ. എന്തായാലും ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ചേട്ടാ. അപ്പോൾ എന്താ പറയുക, നമുക്ക് എവിടെയൊക്കെ തന്നെ പോയാലും നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു എന്തോ മനസ്സിനൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളിർമ അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സംഭവമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു ഇത് കേട്ടോ. വല്ലാത്തൊരു അനുഭവമാണ്. അത് നമുക്ക് മനസ്സിലാവില്ലെങ്കിലും പ്രവാസികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നാട് വിട്ട് പുറത്തു പോയി കഷ്ടപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ നാടിൻ്റെ എന്താ പറയുക വില എന്താണെന്നും നമ്മുടെ നാടിനെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് ഓരോ പ്രവാസിയോടും ചോദിച്ചാൽ അറിയാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെയാണ് നമുക്കും ആ ഫീൽ ഇപ്പോൾ ഉള്ളത്. ഇത്രയും മനോഹരമായ പുഴകളും അമ്പലങ്ങളും കുളങ്ങളും പശ എന്ന് കിടക്കുന്ന നമ്മുടെ ഈ ഗ്രാമീണമായ നമ്മുടെ ഇത്രയും നല്ലൊരു സ്ഥലം വിട്ട് ഞങ്ങൾ ചെന്നൈയിൽ വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. ദൈവം സഹായിച്ച് അടുത്ത വർഷം എനിക്കെങ്കിലും നാട്ടിലോട്ട് വരാൻ പറ്റട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹമുണ്ട് കേട്ടോ, ദൈവം ഒക്കെ നടത്തുന്നത്. ഇത് ചെരാംകുളങ്ങര അമ്പലമാണ് കേട്ടോ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചെരാംകുളങ്ങര വേല എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ അമ്പലമാണ് ഈ അമ്പലം കേട്ടോ. എന്തോ ഭാഗ്യത്തിന് അവിടെ 2 മിനിറ്റോ 1 സെക്കൻഡ് അങ്ങാണ്ട് ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. 2 മിനിറ്റ് എന്നല്ല 1 സെക്കൻഡ്. അതുകൊണ്ട് അതെടുത്തു. ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും അമ്പലം. അവിടുത്തെ ചെരാംകുളങ്ങര വേല ഫേമസ് ആയിട്ടുള്ള വേലയാണ്. അതുകൊണ്ട് അപ്പോൾ അടുത്ത വർഷം നാട്ടിൽ നിൽക്കാൻ പറ്റട്ടെ എന്നുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അല്ലേ? നിങ്ങളും പ്രാർത്ഥിക്കണം. പിന്നെ ഒരു 3 സെൻറ്റ് സ്ഥലമെങ്കിലും 3 സെൻറ്റ് സ്ഥലം ഏതെങ്കിലും സിറ്റുവേഷൻസിൽ എന്നെക്കൊണ്ട് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വാങ്ങിച്ച് എനിക്കൊരു കുഞ്ഞു വീട് കെട്ടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടും ആ ഒരു കാര്യത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ എന്താ പറയുക ആത്മാർത്ഥമായി ആ ഒരു എന്നെപ്പോലെ തന്നെ ആത്മാർത്ഥമായി എനിക്കൊരു വീട് കിട്ടണമെന്ന് കുറച്ച് പേർക്ക് ആഗ്രഹമുണ്ട്, പ്രാർത്ഥനയിലുമുണ്ട് അവരുടെ കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനയും അവരുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും എല്ലാം ഉണ്ടെങ്കിൽ ദൈവം കൂടെ കണ്ണ് തുറന്നാൽ നമുക്കൊരു കുഞ്ഞു വീട് വെക്കാൻ. എനിക്ക് വലിയ എന്താ പറയുക ഇത് ആഡംബരമായ വലിയ വീട് എന്നാലും ഒരു കുഞ്ഞ് 2 ബെഡ്റൂം ഉള്ള ഒരു കുഞ്ഞു വീട് കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിലുപരി എൻ്റെ വാശിയായിട്ട് കൂടെ കണക്ക് കൂട്ടാം. കാരണം നമ്മൾ അറിയാം നമ്മളെ എന്താ പറയുക ഒരു വീടില്ലാത്തതിൻ്റെ ഇതിൽ നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ തമിഴ്നാട്ടിൽ ഇവിടെ വന്ന് വീട് വാടകയ്ക്ക് നോക്കുമ്പോൾ സമയത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരുപാട് വിഷമമുണ്ട്. ഒരുപാട് വിഷമം എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവർക്ക് അറിയാം അതിൻ്റെ വിഷമം എന്താണെന്നല്ലേ. അപ്പോൾ അത് നല്ലപോലെ ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു ഫസ്റ്റത്തെ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞു വീട് വെച്ച് എൻ്റെ അച്ഛനെ അവിടെ കൊണ്ടിരുത്തണം എന്ന്. പക്ഷേ ദൈവം അപ്പോഴേക്കും ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി. എനിക്ക് അച്ഛൻ്റെ ഇത് പറഞ്ഞാൽ ഒരുപാട് ഇമോഷണൽ ആകും. അതുകൊണ്ട് നിങ്ങളെ കൂടെ ഞാൻ അത് ഓൾറെഡി ഞാൻ ഇമോഷണൽ ആയിട്ടുണ്ട് തോന്നുന്നു. ഇമോഷണൽ ആക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പെരുങ്ങോട്ടുകൃഷിക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് എനിക്കറിയില്ല, നമ്മുടെ ലൈവിൽ വന്ന ശേഷമാണ് അങ്ങനെ പരിചയപ്പെട്ടിട്ടാണ്. പിന്നെ ടീച്ചറുടെയൊക്കെ പേര് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ആ പയ്യൻ നമ്മുടെ ലൈവിൽ വരുന്ന ഒരാളാണ് ഈസ്റ്റ് വെട്ടിപ്പുള്ളി. അപ്പോൾ ഈസ്റ്റ് വെട്ടിപ്പുള്ളി നമുക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ പെരുങ്ങോട്ടുകൃഷി വന്നപ്പോൾ തന്നെ ആൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. പേഴ്സണലി നമ്പറൊന്നുമില്ല. ഇൻസ്റ്റയിൽ വിളിച്ച് മെസ്സേജ് അയച്ചപ്പോൾ ആളെടുത്തില്ല, ഡ്യൂട്ടി സമയമാണെന്ന് പറഞ്ഞു.
അതുകൊണ്ട് തന്നെ ആളെ കാണാൻ പറ്റില്ല. പിന്നെ ആൾ പാലക്കാട് ഞങ്ങൾ എത്തിയ ശേഷമാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈസ്റ്റ് വെട്ടിപ്പുള്ളി ഈ വീഡിയോ കാണുന്നുണ്ടാവും, ഈ ചുറ്റുപാടുകളൊക്കെ കാണുന്നുണ്ടാവും, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇത് നഴ്സിങ്ങിൻ്റെ പഠിച്ച് ആ ക്വാർട്ടേഴ്സാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈസ്റ്റ് വെട്ടിപ്പുള്ളി ഈ സ്കൂളിലാണ് നമ്മൾ 1 മുതൽ 4 വരെ പഠിച്ച സ്കൂള്. ഇവിടെ നിന്നാണ് എനിക്ക് ആ ഫ്രണ്ടിനെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും പരസ്പരം കണ്ടിട്ടോ ഓർമ്മയോ ഒന്നുമില്ല കേട്ടോ. ഒരുപാട് പേരെ മിസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളിലോട്ട് പോയി വരുന്ന വഴികൾ തന്നെയാണ് ഈ ഒരു വഴി. ഇവിടെ ചാമായേട്ടൻ്റെ കട, അങ്ങനെ ഒരുപാട്, ഇപ്പോൾ അവരൊക്കെ മരിച്ചു. അങ്ങനെ ഒരുപാട് പിന്നെ നമ്മൾ വിളിക്കുന്നത് മണിയപ്പൂ എന്നാണ്. അപ്പോൾ മണിയേട്ടൻ്റെ കടയൊക്കെ ഉണ്ടായിരുന്നു. അത് ഓരോരുത്തരും വിളിച്ച് നമുക്ക് അങ്ങനെ ഇതായതുകൊണ്ട് അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം തന്നെ മാറിപ്പോയി ഒരുപാട്. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇതാകണ്ടോ. ഈ ഒരു കടയായിരുന്നു, അത് മണിയപ്പൂവിൻ്റെ കട എന്നാ പറയുക. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. ഇത് പിന്നെ കുമാരമാമയുടെ വീടാണ്. അങ്ങനെ ഇതിലൊക്കെ നമുക്കറിയുന്ന നമ്മളുടെ ഒരുപാട് ഇതുള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ ഉള്ളത് കേട്ടോ. നമ്മൾ എന്താ പറയുക, 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അപ്പുറത്തൊരു പൈപ്പിൻ്റെ ചോട്ടിൽ വന്നിട്ടാണ് വെള്ളമൊക്കെ കുടിക്കുക. ആ ഓർമ്മയൊക്കെ വന്നു. ഇത് പിന്നെ ബേബി ചേച്ചിയുടെ വീട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ വീടാണ് ഈ വഴി കൂടെയൊക്കെ. ഇതിലെല്ലാം നമുക്ക് അറിയുന്ന ആൾക്കാരാണ്, നമ്മുടെ ആൾക്കാരാണ്. ഓക്കെ, റോഡ് സൈഡിലായാലും. അപ്പോൾ ഇത് കൂടെ വന്നപ്പോൾ വിഷമമുണ്ടോ ചോദിച്ചാൽ വിഷമമുണ്ട്, സന്തോഷമുണ്ടോ ചോദിച്ചാൽ ഒരുപാട് വർഷത്തിന് ശേഷം നമ്മുടെ നാട് എടുക്കുന്നതിൻ്റെ ഒരു സന്തോഷവും നാട്ടിൽ വന്നതിൻ്റെ ഒരു സന്തോഷവും എല്ലാം ഉണ്ട്. പിന്നെന്താ, എനിക്ക് പിന്നെ തോന്നി നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് കൂടെ ഒന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന ശേഷമാണ് ചിന്തിച്ചത് കേട്ടോ. അതങ്ങോട്ട് അധികം നമ്മൾ ചിന്തിച്ചെടുത്തില്ല. അങ്ങനത്തെ ഈ വഴി കൂടെ പോയാലാണ് നമ്മുടെ വീട്. ഇവിടെ പോകുമ്പോൾ കണ്ടിട്ടില്ല എന്നാണ്. അങ്ങനെ ഇതൊക്കെ നമ്മൾ കളിച്ച് വളർന്ന നമ്മുടെ സ്വന്തം നാട്. ഇതിയെ പോയാലാണ് പൂതിരിക്കാവ്. അവിടെയാണ് നമ്മുടെ എന്താ പറയുക ഒരുപാട് സ്വന്തം ബന്ധങ്ങളെല്ലാം ഉള്ളത് കേട്ടോ. നമ്മുടെ അച്ഛൻ വാങ്ങിച്ച സ്ഥലങ്ങളൊക്കെ അവിടെയായിരുന്നു. ഇതിപ്പോൾ കോട്ടച്ചന്തയാണ്. ഇതെല്ലാം നമ്മളുടെ ഒരു എന്താ പറയുക ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എന്നും നമ്മളുടെ ഓർമ്മയിലും നമ്മൾ ഓർക്കുന്ന ഒരു സ്ഥലം. പക്ഷേ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ മിസ് ചെയ്യുന്നു ഒരുപാട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എപ്പോഴും നടന്നു പോവുക കേട്ടോ. കോട്ടായി സ്കൂളിലോട്ട് എപ്പോഴും നടന്നു പോകുന്ന, അത് ഞാൻ പറഞ്ഞല്ലോ വരുമ്പോൾ തന്നെ അല്ലേ. ഇവിടെ നിന്ന് നമ്മൾ അവിടെ നടക്കും, ഒരു നടത്തം. ഈ കനാലിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നടക്കും കേട്ടോ. ഇപ്പോഴൊക്കെ ഇവിടെ ഒരുപാട് വീടുകളും കനാലിൻ്റെ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. അന്നൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ അച്ഛൻ്റെ ആ ഒരു ഇത് തന്നെയാണ് നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അച്ഛന് ഇവിടെ വന്നിരുന്നെങ്കിലും അച്ഛൻ നാടിനെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛന് നാട് തന്നെ ആയിരുന്നു ഇഷ്ടം. പിന്നെ പാവം അച്ഛൻ്റെ ഒരു സിറ്റുവേഷൻ കാരണം നമ്മളും ഇവിടെ അല്ലേ എന്നുള്ളത് കൊണ്ടാണ് പാവം വന്നിരുന്നത് കേട്ടോ. പാവം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവും നാട് വിട്ട് നിൽക്കും പോലെ. നമ്മളിപ്പോൾ വിഷമിക്കുന്ന പോലെ തന്നെയാണല്ലോ അച്ഛനും. അച്ഛൻ്റേതായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉള്ള സമയത്ത് അതെല്ലാം വിട്ട് നമ്മളിവിടെ വന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ അത് വിഷമം തന്നെയാണ്. എന്താ ചെയ്യുക, നമ്മളുടെ സിറ്റുവേഷൻ, നമ്മുടെ സാഹചര്യങ്ങൾ, പിന്നെ എല്ലാം ഓർത്ത് ഒതുങ്ങി അച്ഛൻ കേട്ടോ. അച്ഛൻ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ പറഞ്ഞത് അച്ഛൻ കേൾക്കുമായിരുന്നു. നമ്മളുടെ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ അച്ഛൻ ഓർക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു ഇവിടെ. എന്നാലും ആൾക്ക് വർഷത്തിലൊരിക്കലോ ഒരു 4 മാസം കൂടുമ്പോഴോ നാടൊന്ന് കാണണം, അതിനുള്ള ആഗ്രഹം ഭയങ്കരമാണ്. പക്ഷേ നമ്മൾ പിന്നെ ഒരുപാട് ഇതായപ്പോൾ അച്ഛനും തന്നെ നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയ സമയത്താണ് നമ്മൾ അച്ഛനോട് വേണ്ട അച്ഛാ, വയസ്സായില്ലേ, ഒറ്റയ്ക്ക് പോവരുത് എന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ വീണ്ടും കോട്ടായി സെൻറ്റർ, ഇവിടെ ഒരു ഐസ് കമ്പനി ഉണ്ടായിരുന്നു. നമ്മൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവിടെ ഐസ് കമ്പനി പോയിട്ട് 50 പൈസയൊക്കെ ഉള്ളൂ, അങ്ങനെ വാങ്ങിക്കുമായിരുന്നു കേട്ടോ. ഞാൻ സ്കൂളിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചത്. ഇവിടെ രാജേഷ് കട ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജേഷ് കടയൊക്കെ വേറെ കടയാക്കി. ഇതാണ് സ്കൂളിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. அப்போது என் அன்பு தமிழ் மக்களே, அந்த ஊர் தான் நான் பிறந்து வளர்ந்து படித்து எங்களோட நஷ்டங்கள், எங்களோட சந்தோஷங்கள், எங்களோட துக்கங்கள் எல்லாமே இந்த ஊரில் தான் இருந்துச்சு. அதுதான் உங்களுக்கெல்லாம் காமிச்சு கொடுத்தேன். உங்களுக்கு பிடிச்சிருந்துச்சுன்னா நீங்கள் கமெண்ட் வழி சொல்லுங்கள், ஓகேங்களா அண்ணே? அதுதான் எங்கள் ஊர்.
അപ്പോൾ നമ്മളുടെ കുഞ്ഞു നാട്ടിൻ പ്രദേശവും അല്ലെങ്കിൽ നമ്മളുടെ ആ വഴികളും ഇതൊക്കെ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. എന്താ പറയുക, അതുകൊണ്ട് തന്നെ അതേ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ വിചാരിക്കണം. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ നമ്മുടെ നാടും സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് വഴി അറിയാം, കമന്റ് വഴി പറയുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, ചെല കുട്ടീസ്.